الصلاة والسلام على خاتم الأنبياء نبينا محمد وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ സത്യവിശ്വാസി സഹോദരന്മാരെ, ലോകത്തെ ആകമാനം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ലോകത്തിന് വേണ്ടതെല്ലാം അതിൻ്റെ സമയത്ത് നൽകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആമുഖ ഭാഷണം നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മഹാനായ സ്വഹാബി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് മക്കയിലെ ഖുറൈശികളുടെ നേതാവായി, മുശ്രിക്കുകളുടെ നേതാവായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പിന്നീട് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് ശേഷം, ഗസ്വത്ത് തബൂക്ക് എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രസിദ്ധമായ യുദ്ധത്തിന് ശേഷം, മക്കയിലെ ഖുറൈശികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ ഒരിക്കൽ റോമിലേക്ക് യാത്ര പോകുന്ന സമയത്ത് അന്നത്തെ റോമാ ചക്രവർത്തിയായിരുന്ന ഹെറക്കിലിന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആ ഹിറക്കൽ ചക്രവർത്തിക്ക് ഇസ്ലാമിന്റെ ആദർശങ്ങളെ വിശദീകരിക്കുന്ന ഒരു വലിയ കത്ത് അവർക്ക് നൽകുന്നുണ്ട്. ഹിറക്കൽ ചക്രവർത്തി കത്ത് ലഭിച്ച ഉടനെ തന്നെ അറബി ഭാഷ അറിയുന്ന, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് അവരോട് അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ആ ദേശത്ത് ആരെങ്കിലും അറബികളിൽ നിന്ന്, മക്കയിൽ നിന്ന്, ഈ പറയപ്പെടുന്ന പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുമായി കടന്നു വരാൻ അറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ അറബികളിൽ നിന്ന് കച്ചവടം ആവശ്യത്തിനായി പുറപ്പെട്ട അബൂ സുഫിയാനെയും സംഘത്തെയും അവിടുത്തെ ചക്രവർത്തിയുടെ സൈന്യം കണ്ടുപിടിക്കുകയും അവരുമായി കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹിറക്കൽ ചക്രവർത്തി ആ ഒരു സംഘത്തോട്, അബൂ സുഫിയാൻ അടങ്ങുന്ന ആ സംഘത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മുഹമ്മദുമായി കൊണ്ടുള്ള അടുത്ത ബന്ധമുള്ളത് ആർക്കാണ് എന്ന് ഹിറക്കൽ ചക്രവർത്തി ചോദിച്ച സമയത്ത് കൂട്ടത്തിൽ അബൂ സുഫിയാൻ അദ്ദേഹം മുന്നോട്ട് നിൽക്കുന്നുണ്ട്. മുഹമ്മദുമായി കൊണ്ട് ഏറ്റവും അടുത്ത ബന്ധം എനിക്കാണ്, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദുമായി കൊണ്ട് ഏറ്റവും അടുത്ത ബന്ധം എനിക്കാണെന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടില്ല. ആ സമയത്ത് ഹിറക്കൽ ചക്രവർത്തി അദ്ദേഹത്തെ കുറച്ചുകൂടി മുന്നോട്ട് വിളിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ അബൂ സുഫിയാനോട് ചോദിക്കുന്നുണ്ട്. അത് റസൂലിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കത്ത് അയച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ നബിയാണോ റസൂലാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അബൂ സുഫിയാനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അബൂ സുഫിയാനോട് അദ്ദേഹം ചോദിക്കുകയാണ്, റസൂലിന്റെ പരമ്പര നിങ്ങളെ കുടുംബത്തിൽ എങ്ങനെയാണ്? അബൂ സുഫിയാൻ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളെ കുടുംബത്തിൽ ഏറ്റവും നല്ല തറവാടുള്ള കൂട്ടത്തിൽപ്പെട്ടതാണ് മുഹമ്മദ്. പിന്നീട് ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാക്കളും പിതാമഹന്മാരുമായ ആരെങ്കിലും പിന്നീട് ഇതേ വാദം നബിയാണെന്ന് വാദിച്ചുകൊണ്ട് ആരെങ്കിലും ഇതിന്റെ മുന്നേ കടന്നു വന്നിട്ടുണ്ടോ എന്ന് അബൂ സുഫിയാൻ ചോദിച്ചപ്പോൾ, ഹിറക്കൽ ചക്രവർത്തി ചോദിച്ചപ്പോൾ തിരിച്ച് അബൂ സുഫിയാൻ പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെ ആരും വന്നിട്ടില്ല. വീണ്ടും ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ആരെങ്കിലും രാജാക്കന്മാരായി ഉണ്ടായിരുന്നോ?
അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ അബൂ സുഫിയാനോട് ഹിറക്കൽ ചക്രവർത്തി ചോദിച്ചതിന് ശേഷം ഹിറക്കൽ ചക്രവർത്തി പറയുന്നുണ്ട്, ഫഇൻ കാന മാ തഖൂലു ഹഖ, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഫസയംലികു മൗദിഅ ഖദമയ്യ ഹാതൈനി, എന്റെ ഈ രണ്ട് കാലുകൾ നിൽക്കുന്ന സ്ഥലം എന്തായാലും മുഹമ്മദിന്റെ സൈന്യം ഉടമപ്പെടുത്തുക തന്നെ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വലൗ കുൻതു ഇൻദഹു ലഗസൽതു അൻ ഖദമിഹി, അദ്ദേഹത്തിന്റെ അടുക്കലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിന്റെ അടുക്കലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എന്തായാലും മുഹമ്മദിന്റെ കാൽപാദങ്ങൾ ഞാൻ കൈകി കൊടുക്കുമായിരുന്നു എന്ന് ഹിറക്കൽ ചക്രവർത്തി, അന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഹിറക്കൽ ചക്രവർത്തി പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം മരണപ്പെടുന്നത് കാഫിറായിക്കൊണ്ടാണ്. അദ്ദേഹത്തിന് റസൂലിന്റെ കത്തുകൾ വായിച്ചപ്പോൾ, റസൂലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉറപ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണെന്ന് ഹിറക്കൽ ചക്രവർത്തിക്ക് ഉറപ്പായ കാര്യമാണ്. എന്നിട്ട് പോലും അദ്ദേഹം മരണപ്പെടുന്നത് കാഫിറായിക്കൊണ്ടാണ്. സഹോദരന്മാരെ, ഹിദായത്ത് എന്നുള്ളത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഹിദായത്ത് എന്നുള്ളത് മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും നല്ല അനുഗ്രഹമാണ്. റസൂലിന്റെ പൊന്നോമന പിതൃവ്യൻ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. അവസാന സമയത്ത് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് റസൂല് പോയി അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, ഐ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പൊന്നോമന എളാപ്പ അതല്ലെങ്കിൽ മൂത്താപ്പ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കെങ്കിലും നിങ്ങൾ പറയൂ. കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് വാദിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടാണ് താങ്കൾ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, സബ്ബിത് ഖുലൂബന അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് റസൂൽ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട സമയത്ത് ഹിദായത്തിനെ ചോദിച്ചിട്ടില്ല എങ്കിൽ എന്തായാലും ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹിദായത്ത് നഷ്ടപ്പെട്ടാകും. റസൂല് പറയുന്നുണ്ട്, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബഅൈനി മിൻ അസാബിഇല്ലാ, അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളുള്ളത്. യുകല്ലിബുഹാ കൈഫ യശാ, അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എപ്പോഴും ഹൃദയങ്ങളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി തേടണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, വളരെ വലിയ പാഠമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഹിദായത്ത് എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും നല്ല അനുഗ്രഹമായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, അല്ലാഹുവേ ഞങ്ങളെ ഹൃദയങ്ങൾക്ക് നീ വക്രതയുണ്ടാക്കരുത്. ബഅദ ഇദ് ഹദൈതനാ, നീ ഹിദായത്ത് നൽകിയതിനു ശേഷം ഞങ്ങളെ ഹൃദയത്തിന് നീ വക്രതയുണ്ടാക്കരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ അടുക്കലുള്ള റഹ്മത്ത്, നിന്റെ അടുക്കലുള്ള കാരുണ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നക അൻതൽ വഹാബ് എന്ന പ്രാർത്ഥന ഹിദായത്ത് ലഭിച്ചതിന് ശേഷവും പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ലാ തുസിഗ് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വക്രതയുണ്ടാക്കരുത്, ഹൃദയങ്ങളിൽ നിന്ന് ഹിദായത്തിനെ മാറ്റിമറിക്കരുത് നാഥാ എന്നാണ് ചോദിക്കുന്നത്. സഹോദരന്മാരെ, ഇന്ന് നമ്മളെല്ലാവരും കൃത്യമായ ഈമാനിലായിരിക്കാം, ഒരു പക്ഷേ അതല്ലെങ്കിൽ കൃത്യമായ ഹിദായത്തിലായിരിക്കാം, അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന യഥാർത്ഥ മാർഗത്തിലായിരിക്കാം ഒരു പക്ഷേ നാം എല്ലാവരും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കണം ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഹിദായത്ത് എന്ന സൗഭാഗ്യം നമ്മിൽ നിന്ന് എടുത്തു കളയാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ സമയം ഓരോ സമയത്തും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് ആവർത്തിച്ച് നാം ചോദിക്കുന്നതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ചൊവ്വായ നേരായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ.
അതിലേക്ക് ഹിദായത്ത് നൽകണമേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഹിദായത്ത് ലഭിച്ചു എന്ന് കരുതുന്നവരായിരിക്കും നാം ഓരോരുത്തരും. എന്നിട്ടും എന്തിനാണ് ഓരോ തവണയും ഒരു ദിവസം തന്നെ ആവർത്തിച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചൊല്ലാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചത്? അത് ഇനിയും കൂടുതൽ അറിഞ്ഞ കാര്യങ്ങൾ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ട് ഹിദായത്ത് ലഭിക്കാനാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. നാം എല്ലാം ആഗ്രഹിക്കുന്നത് പരലോക മോക്ഷമാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് കൃത്യമായി കൊണ്ട് മറുപടി പറഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികളായി മരിക്കാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന എന്റെ ചുറ്റുപാടുള്ള എല്ലാ സഹോദരന്മാരും ഈ ദുനിയാവ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് പരലോകത്തിന്റെ മോക്ഷമാണ്, പരലോകത്തിന്റെ രക്ഷയാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. ഹിദായത്ത് യഥാർത്ഥത്തിൽ ലഭിക്കാനാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ ഹിദായത്തിനെ കുറിച്ച്, നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം, പഠിക്കണം. നാം യഥാർത്ഥ മാർഗത്തിലാണോ നിലകൊള്ളുന്നത്? ഞാൻ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അവന്റെ യഥാർത്ഥ മാർഗത്തിലാണോ ഞാൻ ഇന്നും നിലകൊള്ളുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ സമയത്തും നാം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഹിദായത്തിനെ തകർത്ത് കളയുന്ന, ഹിദായത്തിനെ നശിപ്പിക്കുന്ന, നമ്മുടെ ഇസ്ലാമിനെയും ഈമാനെയും തകർത്ത് കളയുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശിർക്ക് തന്നെയാണ്. എന്നെ ശ്രവിക്കുന്ന എന്റെ ഓരോ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ എന്നെങ്കിലും ഇസ്ലാമിനെ തകർക്കുന്ന ശിർക്ക് എന്ന മഹാപാപം നാം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നാം നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ വെറുതെയാണ്, നാം എടുക്കുന്ന നോമ്പുകൾ വെറുതെയാണ്, നാം കൊടുക്കുന്ന സദഖകളും സകാത്തുകളും അത് വെറുതെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്ത ഒരാളുടെ ശിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത മറ്റെന്ത് തിന്മകളും അതിന് താഴെയുള്ള തിന്മകളാണെങ്കിൽ ഒരുപക്ഷേ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടെങ്കിൽ, അവന്റെ ഫളല് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ നമുക്ക് പരലോകത്ത് പുറത്ത് ലഭിക്കുമായിരിക്കാം. പക്ഷേ ശിർക്ക് ചെയ്തുകൊണ്ട്, കുഫ്ർ ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ വരികയാണെങ്കിൽ ഒരു കാരണവശാലും അവൻക്കത് പുറത്തു കൊടുക്കുകയില്ല. നരകത്തിൽ ശാശ്വതരായിരിക്കും നാം ഓരോരുത്തരും. മഹാപാപമാണ് ശിർക്ക് എന്നുള്ളത്. തേടേണ്ടത് അള്ളാഹുവിനോടല്ലാത്തൊരു തേട്ടം, അത് മഹാപാപമാണ്. അള്ളാഹുവിനോടല്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടിയിലേക്ക് കൈകൾ ഉയർത്തുന്നത് നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളെയും പൊളിച്ചു കളയുന്നതാണ്. എത്ര നമസ്കരിച്ചാലും, രാത്രിയുടെ അന്ത്യയാമങ്ങൾ ഉറക്കൊഴിവാക്കി നമസ്കരിക്കുന്നവനാണെങ്കിലും, എല്ലാ സമയത്തും സ്വതക്കകൾ ചെയ്ത് ഇസ്ലാമിനെ സഹായിക്കാൻ വേണ്ടി അവൻ ധാരാളം പണം ചെലവഴിക്കുന്നവനാണെങ്കിലും, എത്ര നല്ല കാര്യം ചെയ്താലും ജീവിതത്തിൽ ശിർക്ക് എന്ന മഹാപാപം അത് വന്നാൽ അതെല്ലാം നഷ്ടപ്പെടുത്തും. ആദ്യമായിക്കൊണ്ട് നാം ഓരോരുത്തരും മുസ്ഹഫ് ഓതുന്ന സമയത്ത് നാം ആദ്യം കാണുന്ന, പാരായണം ചെയ്യുന്ന അള്ളാഹുവിന്റെ കൽപ്പന എന്നുള്ളത് തൗഹീദാണ്, ശിർക്കാണ്. അത് മുതൽ ഖുർആൻ എല്ലാം പഠിപ്പിക്കുന്നത് തൗഹീദിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും. നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കേണ്ടതുണ്ട്. അവന് മാത്രമാണ് നിങ്ങൾ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത്. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുന്നുള്ള സമുദായത്തെയും സൃഷ്ടിച്ചവൻ. ലഅല്ലകും തത്തഖൂൻ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ശിർക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. വളരെ ഭയപ്പെടേണ്ടതാണ്. നാം പഠിക്കണം ഇതിനെക്കുറിച്ച്. തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ്, എല്ലാ വിശ്വാസികളും കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഓരോ കാര്യങ്ങളും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചെറിയ ചെറിയ രൂപത്തിൽ കടന്നു വരും. ഒരു പക്ഷേ ശിർക്ക്. ഭയപ്പെടണം. വളരെ കൃത്യമായി കൊണ്ട് പഠിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ഒരു സൃഷ്ടിയുടെ മുന്നിൽ രോഗം മാറിക്കിട്ടാൻ വേണ്ടി നാം തേടുകയാണെങ്കിൽ അത് ശിർക്കാണ്.
കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി ഏത് സൃഷ്ടിയാണെങ്കിലും അവന്റെ മുന്നിൽ നാം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ശിർക്കാണ്. അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ അത് ശിർക്കാണ്. അള്ളാഹുവിന് നൽകേണ്ട തവക്കുൽ എന്ന ആരാധന അതല്ലാത്ത ഏലസുകളിലും മുറുക്കുകളിലും നാം അവലംബിക്കുന്നുണ്ടെങ്കിൽ, തവക്കുൽ ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് കൊടുക്കേണ്ട അവന്റെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. നാം ഓരോരുത്തരും ചെയ്തത് ശിർക്കാണ്. നാം എത്ര ജീവിതത്തിൽ എത്ര നന്മകൾ ചെയ്താലും അതെല്ലാം പൊളിഞ്ഞു പോകുന്ന മഹാപാപമാണ് നാം ചെയ്തതെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാകണം. എല്ലാം ഇസ്ലാമിന്റെ തൗഹീദിന്റെയും ശിർക്കിനെയും കുറിച്ച് എല്ലാവർക്കും അറിയേണ്ടതുണ്ട് നാം ഓരോരുത്തരും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമായിക്കൊണ്ട് നമ്മുടെ ഹിദായത്തിനെ, നമ്മുടെ ഇസ്ലാമിനെ തകർക്കുന്ന ഒരു കാര്യമാണ് എല്ലാം ശരിയാണ് എന്നൊരു വാദം. എല്ലാം ശരിയാണ്, ഇസ്ലാം പറയുന്നതും ശരിയാണ്, മറ്റു പലരും പറയുന്നതും ശരിയാണ് എന്നൊരു വാദം നമ്മുടെ ഇസ്ലാമിനെ തകർക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാം അല്ലാത്ത മറ്റേതിനെങ്കിലും ദീനായിക്കൊണ്ട് ആരെങ്കിലും തേടുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻ, അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിലാണ്, തോറ്റുപോയവരിലാണ്, നഷ്ടക്കാരിലാണ് അവൻ പെട്ടുപോവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ മതത്തെ അത് മാത്രമാണ് ശരിയെന്ന ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഇസ്ലാം പറയുന്നത് ശരിയാണ്, മറ്റുള്ളതും ശരിയാണ് എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമിന്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പഠിക്കണം നമ്മൾ ഓരോരുത്തരും. ഇസ്ലാമിലെ എന്തെങ്കിലും ഒരു കാര്യം, അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന എന്തെങ്കിലും ഒരു വിഷയം നാം ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇസ്ലാമിൽ നിന്ന് നാം വഴിതെറ്റിയിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു പഠിപ്പിച്ചു തന്നതാണ് താടി എന്നുള്ളത്. ഇസ്ലാമിന്റെ അടയാളമാണ് താടി. താടിയെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ, ഇസ്ലാം പഠിപ്പിച്ചു തന്നതിനെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ, ബഹുഭാര്യത്വം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചു തന്നതാണ്, അതിനെ ആരെങ്കിലും വെറുക്കുകയാണ്, അതിനെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ, സ്ത്രീയുടെ ഇസ്ലാം പഠിപ്പിച്ചു തന്ന വസ്ത്രധാരണ അത് അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, അതിനെ മോശമാക്കുന്ന രൂപത്തിൽ, അതിനെ കളിയാക്കുന്ന രൂപത്തിൽ ആരുടെയെങ്കിലും പക്കലിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാമിൽ നിന്ന് നമ്മെ പുറത്തു പോകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ റസൂലും സഹാബികളും തബൂക്ക് യുദ്ധത്തിന് യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ ചില വ്യക്തികൾ പറയുന്നുണ്ട്, മാ റഅയ്തു മിസ്ല ഖുറാഇനാ ഹൗല, ഇതുപോലുള്ളൊരു പാരായണക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. റസൂലിനെയും സഹാബത്തിനെയും കുറിച്ച് പറയാൻ, മാ റഅയ്തു മിസ്ല ഖുറാഇനാ ഹൗല, ഇതുപോലുള്ള ഒരു പാരായണക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അർഗബു ബുതൂനൻ, വയറിനോട് ഇത്ര താല്പര്യമുള്ള, നാവ് കൊണ്ട് നുണയല്ലാതെ പറയുന്ന, എപ്പോഴും നുണ മാത്രം പറയുന്ന, ശത്രുക്കളെ കാണുന്ന സമയത്ത് ഇത്രയും പേടിക്കുന്ന ഒരു കൂട്ടരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊരു കൂട്ടർ തമാശക്ക് പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് കാണാം. തമാശക്കാണ് അവർ പറഞ്ഞതെന്ന് ചില മുഫസ്സിറുകൾ, ചില ഹദീസിന്റെ വ്യാഖ്യാനക്കാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെയും അവന്റെ ആയത്തുകളെയും അവന്റെ റസൂലിനെയും കൊണ്ടാണോ നിങ്ങൾ കളിയാക്കുന്നത്? അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ ആയാത്തുകളെയുമാണോ നിങ്ങൾ കളിയാക്കുന്നത്? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾക്കൊരു ഉദ്റമില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാൻ ലഭിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും കുഫ്റിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി റസൂലിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ശിആറുകളായി പഠിപ്പിച്ചു തന്ന
എന്തിനെയെങ്കിലും നാം കളിയാക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയം കൊച്ചായി കണ്ട് അതിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ നമ്മെ പുറത്ത് കടപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹിദായത്തിന് വേണ്ടി എപ്പോഴും തേടണം. നാം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ആത്മാർത്ഥതയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് തേടാൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, നിന്റെ മതത്തിൽ നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് ആത്മാർത്ഥതയായിക്കൊണ്ട് ഒരു ദിവസത്തിൽ പല തവണ പല ആവർത്തി മനസ്സറിഞ്ഞുകൊണ്ട് തേടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹുമ്മ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് തേടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഹിദായത്ത് നൽകിയ നാഥ, ഹിദായത്തിന് ശേഷം ഒരിക്കലും എന്റെ ഹൃദയത്തിൽ വക്രതകൾ ഉണ്ടാക്കരുത് നാഥ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഹിദായത്ത് അതുപോലെ നിലനിർത്താൻ വേണ്ടി, അതിൽ അതുപോലെ ഉറച്ചു നിൽക്കാൻ വേണ്ടി സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കാൻ, മുസ്ലിമായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് മുഹ്സിനായിക്കൊണ്ട് മരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമുക്ക് ഇന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് മുനവ്വർ സ്വലാഹിയും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരി അവറുകളാണ്. അവരെ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.